عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ സംഗമിച്ചതുപോലെ നാളെ അവൻ്റെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദിക്റിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാഗ്ദാനം ചെയ്ത എല്ലാവിധ ഖൈറുകളും ഫളലുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായൊരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. അസ്ർ വരെ ശക്തമായ മഴയായിരുന്നു നമ്മുടെ പരിസരത്തൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിയിൽ എത്ര കണ്ട് ആളുകൾ ഒരുമിച്ച് കൂടും എന്നതും വലിയ ആശങ്കയായിരുന്നു. മഴയത്ത് വരാനും പോവാനൊക്കെ വലിയ പ്രയാസം സ്വാഭാവികമായും അനുഭവപ്പെടും. എന്നിരുന്നാലും ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ എന്തു മഴ തന്നെയായാലും ശരി, സാധാരണ ഞങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസാണ്. ആ മജ്ലിസിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒരു നിലക്കും പിൻവലിയുകയില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടെ, ഉറച്ച തീരുമാനത്തോടുകൂടെയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയവരൊക്കെ. അല്ലാഹു അവർക്കൊക്കെയും സ്വർഗം നൽകുമാറാവട്ടെ. ആ കർക്കശമായ നിലപാട് സ്വർഗത്തിലേക്ക് എത്താനുള്ള കാരണമായി റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാമൊക്കെ മരിക്കുമെന്ന ബോധ്യം നമുക്കുണ്ട്. എന്നാൽ എവിടെയാണ് മരിക്കുക എന്നുള്ളത് നിശ്ചയമില്ല. ഒരൊറ്റ കാര്യം ഉറപ്പാണ്: ഒരു മനുഷ്യനെ ഏത് മണ്ണിൽ നിന്നാണോ സൃഷ്ടിച്ചത് ആ മണ്ണിലാണ് അവന്റെ ഖബറുണ്ടായിരിക്കുക എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. ഞാനിവിടെ പ്രസംഗിക്കുന്നു, ഞാനിവിടെ താമസിക്കുന്നു, എൻ്റെ നാടിതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ശരീരത്തിൽ റബ്ബ് നിശ്ചയിച്ച എൻ്റെ ശരീരം ഏത് മണ്ണ് കൊണ്ടാണ് പടച്ചത്, ഭൂമിയുടെ ഏത് ദിക്കിൽ നിന്നാണ് എന്നെ പടക്കാൻ മണ്ണുപയോഗിച്ചിട്ടുള്ളത്, ആ മണ്ണിലാണ് എൻ്റെ ഖബറുണ്ടാവുക എന്ന് സാരം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണുകൊണ്ടാണ് ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേതാ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്? അത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിലുള്ള മണ്ണാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിലുള്ള മണ്ണാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്. ആ മണ്ണ് കൊണ്ടാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പടച്ചിട്ടുള്ളത്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഭാഗം വിശദീകരിക്കുന്നത് കാണാം. പിന്നെങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് വരേണ്ട സ്ഥലം എവിടെയാണ്? എവിടെ വരണം? ഒരാളെ ഏത് മണ്ണിൽ നിന്നാണോ പടച്ചത് ആ മണ്ണിലായിരിക്കും ഖബറുണ്ടാവുക.
അങ്ങനെയാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഅബയുടെ ഉള്ളിലുള്ള മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. അങ്ങനെ വരുമ്പോൾ കഅബയുടെ ഉള്ളിലായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഖബർ ഷരീഫ് ഉണ്ടാവേണ്ടത്. പക്ഷേ മദീനയിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് നിലകൊള്ളുന്നത്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണത്തിലേക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് നാം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത് ഭൂമിയുടെ വിവിധങ്ങളായ ഭാഗത്തു നിന്നുള്ള മണ്ണ് ശേഖരിച്ചുകൊണ്ടാണ്. ഇന്ത്യ രാജ്യത്തു നിന്നുള്ള മണ്ണെടുത്തുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയറിന്റെ ഭാഗം രൂപപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണ് എടുത്തു എന്ന കാരണം കൊണ്ടാണ് മനുഷ്യന്റെ സ്വഭാവത്തിൽ വ്യത്യസ്തത അനുഭവപ്പെടുന്നത്. മണ്ണിന്റെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവവും വ്യത്യാസപ്പെടുന്നത് അതുകൊണ്ടാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി കിടത്തി വെച്ചിരിക്കുകയാണ്. റൂഹ് അതിലേക്ക് ഊതിയിട്ടില്ല. ആ സമയത്താണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇബ്ലീസിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു രൂപം കണ്ടപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ രൂപത്തിലേക്ക് കാർക്കിച്ചങ്ങ് തുപ്പി. ആ തുപ്പിയ ഭാഗത്ത് നിന്ന് മലക്കുകൾ ഇബ്ലീസിന്റെ ഉമിനീര് കലർന്ന മണ്ണിങ്ങോട്ട് കോരിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ആ ഭാഗത്താണെന്ന് മനുഷ്യന്റെ പൊക്കിൾ സ്ഥിതി ചെയ്യുന്നത്. ഹയാത്തുൽ ഹയവാൻ എടുത്തു നോക്കിയാൽ നമുക്ക് അതൊക്കെ വിശദമായി കാണാൻ കഴിയും. മനുഷ്യന്റെ പൊക്കിൾ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഉമിനീര് കലർന്ന മണ്ണ് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നായയെ സൃഷ്ടിച്ചിട്ടുള്ളത്. നായയെ സൃഷ്ടിച്ച മണ്ണ് ഏതാ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിലെ ഇബ്ലീസ് തുപ്പിയപ്പോ ഇബ്ലീസിന്റെ ഉമിനീര് കലർന്ന മണ്ണാണ്. മണ്ണ് കൊണ്ടാണ് നായയെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നായ നജസായി മാറിയത്. ഇബ്ലീസിന്റെ സാന്നിധ്യം ഉള്ളിടത്തൊന്നും മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നായയുള്ള സ്ഥലത്തേക്ക് മലക്കുകൾ വരാത്തതിന്റെ കാരണം നായയുടെ ശരീരത്തിൽ ഇബ്ലീസിന്റെ സാന്നിധ്യമുണ്ട് എന്ന് സാരം. കാരണം നായയെ പടച്ചത് ഇബ്ലീസിന്റെ ഉമിനീര് കലർന്ന മണ്ണുകൊണ്ടാണ്. അതുകൊണ്ടാണ് നായയെ വളർത്തുന്ന വീട്ടിലേക്ക് മലക്കുകൾ വരികയില്ല എന്ന് പറഞ്ഞതും. എന്നാൽ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ കള്ളനെ ഭയന്നോ കൃഷിയിടം നോക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ വേട്ടയ്ക്ക് ആവശ്യമായോ അല്ലാതെ നായയെ അലങ്കാരമായി നാം വളർത്താൻ പാടില്ല. പക്ഷിയെയും പൂച്ചയെയും ഒക്കെ നാം വളർത്തുന്നത് പോലെ നായയെ വളർത്താൻ പാടില്ല. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ നായയെ വളർത്താവൂ. അങ്ങനെ വളർത്തുകയാണെങ്കിൽ തന്നെയും നായ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്. മലക്കുകളുടെ സാന്നിധ്യം ഇല്ലാത്ത മറ്റു പല ഇടങ്ങളുമുണ്ട്. ഒരു ജീവനുള്ള വസ്തുവിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്കും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. ഉദാഹരണമായി നമ്മുടെ വീട്ടിൽ നല്ല സുന്ദരമായൊരു ഫോട്ടോ തൂക്കി വെച്ചിരിക്കുന്നു. ആ ഫോട്ടോ ആരുടേതാവട്ടെ, ചിലപ്പോൾ നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ നേതാക്കന്മാരുടേതാവും, രാഷ്ട്രീയ നേതാക്കന്മാരാവാം, അതല്ലെങ്കിൽ മത നേതാക്കന്മാരാവാം,
ചിലപ്പോൾ നമ്മുടെ ഉപ്പയുടെ ഫോട്ടോയായിരിക്കാം, ഉമ്മയുടെ ഫോട്ടോയായിരിക്കാം. ഇങ്ങനെയുള്ള ഫോട്ടോകൾ തൂക്കിയ സ്ഥലങ്ങളിലേക്കൊന്നും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അതുപോലെ നാമൊക്കെ വളരെ അശ്രദ്ധപൂർവം നമ്മുടെ വീടുകളിലൊക്കെ വെക്കുന്നത് കാണാം. പക്ഷികളുടെ, തത്തയുടെ, അതല്ലെങ്കിൽ കൊക്കിന്റെ, ഇങ്ങനെ തുടങ്ങിയ ജീവികളുടെ രൂപങ്ങളൊക്കെ കൊത്തിവെച്ച് അതൊക്കെ നമ്മുടെ അലമാരകളിലും അതല്ലെങ്കിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ വെച്ചത് കാണാം. ഇത്തരം രൂപങ്ങൾ കൊത്തിവെക്കലേ ഹറാമ് തന്നെയാണ്. ആ രൂപങ്ങൾ വാങ്ങി നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെയും മലക്കുകളുടെ സാന്നിധ്യം കുറഞ്ഞു പോകുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. മലക്കുകളുടെ സാന്നിധ്യം കുറഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ വീട്ടിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെയാണ് നാം അതൊക്കെ നോക്കിക്കാണേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളം ജീവിക്കുന്നു. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്ന സമയത്ത് തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അല്ലയോ മക്കളെ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസ ഒരു ഖബറിൽ കടത്തിയിട്ടുണ്ട്. എന്റെ ഖബർ പൊളിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് എന്റെ ജനാസ എടുത്തുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ വലിയ പ്രളയം വരാനുണ്ട്. ആ പ്രളയം വരുന്ന സമയത്ത് എന്റെ മകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കപ്പൽ നിർമ്മിക്കും. ആ കപ്പലിൽ എന്റെ ജനാസ കയറ്റണം. ആ കപ്പൽ സഞ്ചരിച്ച് ഇന്നാലിന്ന സ്ഥലത്തെത്തുമ്പോൾ എന്റെ ജനാസ രണ്ടാം പ്രാവശ്യം ഖബറടക്കണമെന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളെയും പേരമക്കളെയും വിളിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് ഒരു ദുആ ചെയ്യുകയാണ്. എന്റെ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, അവിടുന്ന് വസിയ്യത്ത് ചെയ്തു, അവിടുന്ന് വഫാത്തായി പോയി. പിൽക്കാലത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 2000 വർഷങ്ങൾക്ക് ശേഷമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഭൂജാതനാകുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെയൊക്കെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യുകയാണ്. 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ട് 80 ചില്ലാനം വരുന്ന ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ സങ്കടത്തോടുകൂടെ റബ്ബിനോട് പരാതി പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. ചരിത്രത്തിൽ കാണാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലുണ്ടാക്കാൻ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. കാരണം ഏറ്റവും നല്ല മരം കിട്ടുന്നത് നല്ല മരം തേക്കാണ്. ആ തേക്ക് ഏറ്റവും നല്ല തേക്ക് വിളവെടുക്കുന്നത് ഇന്ത്യ രാജ്യത്ത് നിലമ്പൂരാണ്. ഇവിടെ നിന്ന് തേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ കഅബാലയം നിർമ്മിക്കുന്ന സമയത്തും കഅബാലയത്തിന്റെ നിർമ്മാണത്തിനും തേക്ക് നിലമ്പൂരിൽ നിന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചു. ഭൂമിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിന് 3 തട്ടുകളാണ്. ഒന്നാമത്തെ തട്ടിൽ, ഏറ്റവും മുകളിലത്തെ തട്ടിൽ പക്ഷികളാണ്, പറവകളാണ്. അതിന്റെ താഴെയുള്ള രണ്ടാമത്തെ തട്ടിൽ നിലകൊള്ളുന്നത് മനുഷ്യരാണ്. മൂന്നാമത്തെ തട്ടിലോ മൃഗങ്ങളാണ്.
എല്ലാ ജീവികളുടെയും ഇണയെയും തുണയെയും അതിൽ കയറ്റിയിട്ടുണ്ട്. അതിൽ എല്ലാ ജീവികളും പറവകളുമുണ്ട്, നായയും പൂച്ചയും ഒക്കെ അതിലുണ്ട്. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശം കപ്പലിലുള്ള മുഴുവൻ ആളുകളോടും മനുഷ്യരോടും ജീവികളോടൊക്കെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശം, അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും കപ്പലിൽ വെച്ചുകൊണ്ട് ഇണചേരാൻ പാടില്ല. കാരണം ഉയർന്നു പൊങ്ങി നിൽക്കുന്ന വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിൽ നിങ്ങൾ ഇണചേർന്ന് സന്താനോൽപാദനം നടത്തിയാൽ കപ്പൽ മുങ്ങിപ്പോവുന്നതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശിക്കുകയാണ്. കപ്പൽ സഞ്ചരിക്കുകയാണ്. ആ സമയത്താണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നായയുടെ ഇണയെ തെരഞ്ഞു പിടിക്കുകയാണ്. തെരഞ്ഞു പിടിച്ച് തന്റെ ഇണയുടെ സമീപത്തേക്ക് ചെല്ലുന്നു. ഈ രംഗം പൂച്ച നോക്കി നിൽക്കുകയാണ്. പൂച്ച നേരെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, നായ അങ്ങയുടെ നിർദ്ദേശങ്ങളൊന്നും കേൾക്കാതെ അതിന്റെ ഇണയുമായതാ ഇണചേരാൻ ഒരുങ്ങി നിൽക്കുകയാണ് എന്ന് പൂച്ച നൂഹ് നബി അലൈഹിസ്സലാമിനോട് പരാതി പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നായയെ വിളിച്ച് നല്ല ശിക്ഷ കൊടുത്തു എന്നാണ്. പൂച്ച ആവർത്തിച്ചു നോക്കി നിൽക്കുകയാണ്. ചില ആളുകൾക്ക് അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവും. മറ്റുള്ളവർ വല്ല തെറ്റും ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കുക. പൂച്ചയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. പൂച്ച അതിങ്ങനെ നോക്കി നിന്നപ്പോൾ നായ വീണ്ടും അതാ തന്റെ ഇണയുമായി ഇണചേരാൻ വരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് വീണ്ടും പൂച്ച ഓടിച്ചെന്ന് വിവരം പറയുന്നു. നായയെ ശിക്ഷിക്കുന്നു. 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുകയാണ്. നായക്ക് നല്ല അടി കിട്ടുകയാണ്. 3ാമത്തെ പ്രാവശ്യം ഇത് സംഭവിച്ചപ്പോൾ നായയുടെ മനസ്സ് പൊട്ടിപ്പോയി. കപ്പലിലുള്ള മുഴുവൻ ആളുകളുടെയും ഇടയിൽ വെച്ചുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. നായ നാണം കെട്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് നായ. പടച്ച റബ്ബേ, എന്നെ വഷളാക്കിയ പൂച്ചയെ നീയും വഷളാക്കണേ എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടെ നായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ആ ദുആ റബ്ബ് സ്വീകരിച്ചു. അതാണ് ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ നാം കാണേണ്ടതാണ്. വളരെ ബലഹീനന്മാരായ ആളുകളെ നാം വല്ലാതെ ആക്രമിക്കും, അവരെ ശല്യം ചെയ്യും, പരിഹസിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സ് പൊട്ടി വേദനയോടുകൂടെ റബ്ബിനോട് അവർ സങ്കടം പറഞ്ഞാൽ ആ സങ്കടം റബ്ബ് സ്വീകരിക്കും. ഇവിടെ നായയുടെ പ്രാർത്ഥനയാണ് റബ്ബ് സ്വീകരിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ പൂച്ച ഇണചേരുന്ന സമയത്ത് കടിപിടി കൂടാതെ അവർക്ക് ഇണചേരാൻ കഴിയുകയില്ല. പരിസരവാസികളെ അറിയിക്കാതെ അവർക്ക് ഇണചേരാൻ കഴിയുകയില്ല. റബ്ബ് നൽകിയ ശിക്ഷയാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കപ്പൽ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ കപ്പൽ യാത്രയിൽ നിന്നാണ് കറുത്ത വർഗക്കാരായ ആളുകളുടെ ജനനം ഉത്ഭവിക്കുന്നത്. അതിന്റെ കാരണങ്ങളും സംഭവങ്ങളും വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വേളയിൽ നമുക്കത് പറയാം. ആ കപ്പൽ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വെള്ളപ്പൊക്കം
വെള്ളപ്പൊക്കത്തിലുണ്ടായി. വെള്ളപ്പൊക്കത്തിൽ പരിശുദ്ധമായ കഅബ ശരീഫ് മണ്ണിനടിയിൽപ്പെടുകയാണ്. കഅബ ശരീഫിന്റെ ഉള്ളിലുള്ള മണ്ണ് മക്കയിൽ നിന്ന് ഒലിച്ചുപോയി മദീനയിൽ തങ്ങി നിന്നതുകൊണ്ടാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫ് മദീനയിൽ വരാനുള്ള കാരണം എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ആ യാത്രയിൽ പറയാനുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനാസ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ കയറ്റുന്നു 2000 വർഷങ്ങൾക്ക് ശേഷം. നേരത്തെ ഉണ്ടായിരുന്ന ഖബറിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനാസ എടുത്ത് ഈ കപ്പലിൽ കയറ്റി രണ്ടാമതായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശിച്ചത് പ്രകാരം പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഖൈഫിൽ, അതല്ലെങ്കിൽ ജബൽ അബൂ ഖുബൈസിൽ, ഇവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനാസ രണ്ടാമതായി ഖബറടക്കുകയാണ്. ആ ഖബറടക്കുന്നതിലേക്ക് മുന്നിൽ വന്നുകൊണ്ട് നേതൃത്വം നൽകിയത് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു. ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയാണ്, മകന്റെ മകനാണ്. ഇന്നും ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ട്. ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും എല്ലാ വർഷവും ഹജ്ജിൽ പങ്കെടുക്കുന്നു, അറഫയിൽ ഒരുമിക്കുന്നു. അതുപോലെ സഫാ മർവകൾക്കിടയിൽ അവർ സഅയ് ചെയ്യുന്നു. ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തല മുണ്ടനം ചെയ്തു കൊടുക്കുന്നു. ഇല്യാസ് നബി അലൈഹിസ്സലാം ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ തലയും മുണ്ടനം ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം അവർ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ലോക വിവരങ്ങളൊക്കെ അവിടെ വെച്ച് സംസാരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. ഇനി ഭൂമിയിൽ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അവർ ചർച്ച ചെയ്തതിന് ശേഷമാണ് അവർ രണ്ടുപേരും പിരിയുന്നത്. അവർ ലോകത്തിന്റെ നാനാഭാഗത്തുകൂടെയും സഞ്ചരിച്ച് അവസാനം രണ്ടാമത്തെ ഹജ്ജിലും അവരതാ നേരത്തെ പോലെ മക്കയിൽ ഒരുമിച്ച് കൂടുന്നു. അവരുടെ ജീവിതം അങ്ങനെയാണ്. ജീവിതകാലത്ത് പല മഹത്തുക്കളും മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയവരുണ്ട്. ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി സംഗമിച്ച് സംസാരിച്ച ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ ഇന്നും ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിത യാത്രയിലും ആ മഹത്തുക്കളെയൊക്കെ നേരിട്ട് കാണാനും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാനും അവരുമായുള്ള സുഹബത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ, മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. മിനിഞ്ഞാന്ന് അജ്മീറിൽ പോയി മിനിഞ്ഞാന്നാണ് തിരിച്ചെത്തിയത്. മഹാനായ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ സന്ദർശിക്കാനും സിയാറത്ത് ചെയ്യാനും ഭാഗ്യം ലഭിച്ചു. കൂടെ 19ഓളം ആളുകളും ഉണ്ടായിരുന്നു. വല്ലാത്തൊരു യാത്ര, ഒരുപാട് അത്ഭുതങ്ങളും ആ യാത്രയിലുണ്ടായി. ആ യാത്രയിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിരുന്നു. അതിലൊരു സഹോദരി തൻ്റെ മകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. PSC പരീക്ഷ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുമാറാവട്ടെ. ഖൈറായ ജോലി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മജ്ലിസിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് ഷമീന എന്ന് പറയുന്നൊരു സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ
അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീങ്ങിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പൈസ പല സ്ഥലങ്ങളിൽ നിന്നായി കിട്ടാനുണ്ട്, അതൊക്കെ കിട്ടണം. അതുപോലെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാവണം, അതിനൊക്കെ പ്രത്യേകമായി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മുടെ പള്ളിയിലേക്ക് ഒരു ഖുർആനും ഒരു മുസല്ലയും സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു നിസ്കാരക്കുപ്പായൊക്കെ നമ്മുടെ പള്ളിയിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവരുടെ മുറാദുകളൊക്കെ റബ്ബ് ഹസലാക്കി കൊടുക്കുമാറാവട്ടെ. യാ അല്ലാഹ്, അവരെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ. നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടണമെന്ന് പറഞ്ഞ് ദുആ ചെയ്ത ഒരുപാട് ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ കിട്ടാനുള്ളത് തിരിച്ചു നൽകുമാറാവട്ടെ. അതുപോലെ കോട്ടക്കലിൽ നിന്നൊരു സഹോദരി തൻ്റെ മകന് മക്കളില്ല, ചികിത്സയിലാണ്, മക്കളുണ്ടാവാൻ വേണ്ടിയുള്ള ചികിത്സയിലാണ്. ചികിത്സ വിജയിക്കാനും സ്വാലിഹീങ്ങളായ മക്കളെ ലഭിക്കാനും പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആലിമീങ്ങളുടെ മുതഅല്ലിമീങ്ങളുടെ സർവ്വ മുഅ്മിനീങ്ങളുടെയും ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. ചികിത്സ വിജയിപ്പിക്കണം റഹ്മാനെ. റാഹത്തുള്ള പ്രസവം നൽകണം അല്ലാഹ്. ശരീരവേദന മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ അസുഖങ്ങൾക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ, സലാമത്ത് നൽകുമാറാവട്ടെ. ഇവിടെ ചൊല്ലിയ ദിക്റുകളുടെ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് പരിപൂർണ ശിഫ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ എറണാകുളത്ത് നിന്നൊരു സഹോദരി തൻ്റെ മകന് സുഖമില്ല, പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണം അല്ലാഹ്. അസുഖങ്ങൾക്കൊക്കെ ശിഫ നൽകണം അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. വീടില്ലാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. റബ്ബേ, വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. വീട് നൽകണം അല്ലാഹ്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകണം അല്ലാഹ്. വീടിൻ്റെ പണി നടക്കുന്ന അവരുടെ വീടിൻ്റെ പണികളൊക്കെ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. ഖൈർ നൽകണം അല്ലാഹ്. പലവിധ രോഗികളുണ്ട്, ക്യാൻസർ ബാധിച്ചവര്. അല്ലാഹുവേ, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ക്യാൻസർ ബാധിച്ച് വലിയ വിഷമത്തിലാണ്. ശിഫ നൽകണം അല്ലാഹ്. ശിഫ നൽകണം അല്ലാഹ്. ശിഫ നൽകണം അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പിഞ്ചു കുട്ടിയുള്ള 2-2.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉമ്മ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. പടച്ച റബ്ബേ, പരിപൂർണ ശിഫ നൽകണം അല്ലാഹ്. ശിഫ നൽകണം അല്ലാഹ്. രോഗം നൽകുന്നവൻ നീയാണ്, നിനക്ക് മാത്രമാണ് ശിഫ നൽകാൻ കഴിയുക. ദുആ ചെയ്യുന്ന ഞാനൊരു മോശക്കാരനാണെങ്കിലും പടച്ച റബ്ബേ, ആമീൻ പറയുന്ന ഈ സദസ്സിലെ നല്ലവരായ സ്വാലിഹീങ്ങളായ ആളുകളുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും പടച്ച റബ്ബേ ശിഫ നൽകണം അല്ലാഹ്. രോഗികളായ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ. മകനും സഹോദരനും മകളുടെ കുട്ടിക്കും അസുഖം മാറാനും മകൻ്റെ പഠിത്തം മെച്ചപ്പെടുത്താനും വേണ്ടി ഒരു ഉമ്മ 10 കിലോ പഞ്ചസാര നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അവരെ ഈ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അസുഖങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നല്ല ബുദ്ധിയുള്ള ഹിൽമുള്ള മക്കളാക്കി അല്ലാഹു തആല മക്കൾക്കൊക്കെ നല്ല പുരോഗതി നൽകുമാറാവട്ടെ. ഒരു സഹോദരി കയ്യിന് വേദന മാറാൻ വേണ്ടി ഭർത്താവിനും അവർക്കും ഷുഗർ നോർമലാകാൻ വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 5 കിലോ പഞ്ചസാര. അല്ലാഹുവേ, അവരെ കയ്യിൻ്റെ വേദനയൊക്കെ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. ഷുഗറൊക്കെ നീ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. സലാമത്ത് നൽകണം അല്ലാഹ്.
പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു ഉമ്മ 200 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബേ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണം അല്ലാ. മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണം അല്ലാ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം അല്ലാ. നായാട്ടുകല്ലിൽ നിന്നും ആസ്യത്താത്ത പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 5 കിലോ പഞ്ചസാരയ്ക്ക് വേണ്ടി 250 റുപ്യ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ അവരെ മുറാദുകളൊക്കെ ഹാസിലാക്കണം അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണം അല്ലാ. ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 6 കിലോ പഞ്ചസാരയ്ക്ക് വേണ്ടി 300 റുപ്യ നൽകിയിട്ടുണ്ട്. 6 കിലോ പഞ്ചസാരയ്ക്ക് 300 റുപ്യ നൽകിയപ്പോൾ 6 കിലോ കിട്ടും. അതിലേറെ കിട്ടൂലേ? അല്ലാഹു തആല അവരെ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞൊരു സഹോദരൻ 300 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ആ ഉമ്മയുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണം അല്ലാ. സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണം അല്ലാ. ഖബറിൽ വെളിച്ചം നൽകണം റഹ്മാനെ. നായാട്ടുകല്ലിൽ വന്നൊരു സഹോദരി വിളിച്ചിരുന്നു. ഉമ്മ ഉംറക്ക് വേണ്ടി പോവുകയാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആരോഗ്യത്തോടുകൂടെ നല്ല ഉന്മേഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ഉംറ അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ഉംറയും സിയാറത്തൊക്കെ ചെയ്ത് മടങ്ങി കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. ഭാഗ്യം നൽകണം റഹ്മാനെ. നീ അവർക്ക് ആരോഗ്യം നൽകണം അല്ലാ. നമ്മളെ മജ്ലിസിൽ എപ്പോഴും പങ്കെടുക്കുന്ന ഉമ്മയാണ്. പടച്ച റബ്ബേ സന്തോഷം നൽകണം അല്ലാ. ഇൻഷാ അല്ലാഹ് അടുത്ത 23-ാം തീയതി ഞാനും ഉംറക്ക് പോവുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എനിക്കും കൂടെ പോരുന്ന ആളുകൾക്കൊക്കെ നല്ല റാഹത്തോടുകൂടെ ഉംറ ചെയ്യാനും അവർക്ക് വേണ്ട ഖിദ്മത്തുകളൊക്കെ ചെയ്തു കൊടുക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ ഒരു കേസിൽ പെട്ടൊരു സഹോദരന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുത്ത് കേസിൽ നിന്ന് രക്ഷ നൽകണം അല്ലാ. കേസിൽ നിന്ന് രക്ഷ നൽകണം അല്ലാ. കേസിൽ നിന്ന് രക്ഷ നൽകണം അല്ലാ. ഈ മുതഅല്ലിമീങ്ങളെ ദർസിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ മാസവും 500-ഉം 1000-ഉം ഒക്കെ സംഭാവന ചെയ്യുന്ന ആളുകൾ. ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബ് എളുപ്പാക്കി കൊടുക്കണം അല്ലാ. കുണ്ടൂരിൽ നിന്നൊരു സഹോദരൻ എല്ലാ മാസവും മക്കളുടെ ചെലവിലേക്ക് ഒരു 500 രൂപ നൽകാറുണ്ട്. അദ്ദേഹം ഈ അടുത്ത് രോഗിയാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ ശിഫ നൽകണം അല്ലാ. ശിഫ നൽകണം അല്ലാ. സലാമത്ത് നൽകണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് നൽകണം അല്ലാ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل